സൈനു 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 സൈനുവിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. ഒരു തരത്തിൽ നോക്കിയാൽ നമ്മൾ രണ്ടും ഒരുപോലെ. സൈനു പ്രേമിച്ചു, കല്യാണത്തിന് മുമ്പ് പിരിയുന്നു. ഞാൻ പ്രേമിച്ചു, കല്യാണം കഴിഞ്ഞു പിരിഞ്ഞു. എന്തല്ലേ? ഞാനും ഷെഫിക്കും പിരിയുന്നില്ല. ലോകത്ത് സമീകൃത ആഹാരമായ പാല് പോലും പിരിയുന്നില്ലേ സൈനു? പിന്നാന്ന് നിന്റെ ഒരു മയക്കുന്ന കച്ചവടക്കാരൻ. ഞാൻ ഇതിനൊരിക്കലും സമ്മതിക്കില്ല. വേണ്ട, സൈനുവിന്റെ സമ്മതം ആർക്ക് വേണം? സൈനുവിന്റെ വാപ്പ എന്റെ മാമായുമായിട്ട് ഞാൻ എല്ലാം ഉറപ്പിച്ചിട്ടുണ്ട്. പോട്ടെ. അസ്സലാമു അലൈക്കും. സൈനു. വലൈക്കും അസ്സലാം. സൈനുവിന് മട്ടന്റെ പോട്ടി കൊടുത്തു വിടാവേ ഉമ്മ? നൗഷാദേ, അൽഹംദുലില്ലാ, പടച്ചോന്റെ കുതിരത്ത് കൊണ്ട് ചെറുക്കന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവന് ഇഷ്ടപ്പെടുന്നായിരുന്നു എന്റെ പേടി. ആ കടമ കടന്നു കൂട്ടി. ഇക്ക നല്ല ഭാഗ്യമുള്ള ആളാ. അപ്പൊ ഇനിയിപ്പോ നിങ്ങളെന്താ അങ്ങോട്ട് വരുന്നേ? ഇനി എന്തിനാ അങ്ങനെയൊക്കെ ഒരു ചടങ്ങ്? നിശ്ചയിച്ച ഡേറ്റിൽ തന്നെ നിക്കാഹ് നടത്താൻ ഞങ്ങൾ തയ്യാറാ. അതാ ശരി. അസ്സലാമു അലൈക്കും. ആയിക്കോട്ടെ. പോയിട്ടോ മോനെ. തുടർന്നു. അന്യ സ്ത്രീകളുടെ കയ്യിലും തൊടില്ല. അങ്ങനെയാ വളർത്തിയത്. എന്നാ ആയിക്കോട്ടെ. ശരി നബീസ, കാണണം കേട്ടോ. നല്ല ദീനിബോധമുള്ള പയ്യനല്ലേ? ആ പടച്ചോൻ കനിഞ്ഞൊന്ന് വേഗം നടന്നാ മതിയായിരുന്നു. നമ്മുടെ മോളുടെ ഭാഗ്യം അള്ളാന്റെ റഹ്മത്താ. അതങ്ങൊത്ത്, അല്ലെങ്കിൽ ഇറച്ചി അവിടുന്ന് വീണ് കിട്ടാനാ. ഇതെന്തിന്റെ പരിവാ? ഞാൻ കുറച്ചായി നീ സൈനുവിനെ കണ്ട? സൈനുവിനെ കണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു. നിന്റെ കാര്യം മാത്രം പറയായിരുന്നു. സൈനു എന്താ പറഞ്ഞു? സൈനു പറഞ്ഞത് നിന്നെ മാത്രമേ കെട്ടത്തുള്ളെന്നും നീ അല്ലാതെ വേറൊരാൾ നിന്റെ സൈനുവിനെ കെട്ടത്തില്ലെന്നും. പക്ഷെ ഞങ്ങളും റഷീദിക്കായും എല്ലാരോടും കയറി അങ്ങ് ഉറപ്പിച്ചു. ഭയങ്കര കരച്ചിലായിരുന്നു. ഒന്നുമല്ലെങ്കിലേ എടാ, ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരന് ആരെങ്കിലും പെണ്ണിനെ കൊടുക്കൂടാ? ഒട്ടകപ്പാല് കടത്തിട്ടാണല്ലോ പാറത്തോട് പോലീസ് കേസ് നടക്കുന്നത്. എങ്ങനെയല്ലേ ചെറുക്കനൊരു കല്യാണം നടക്കുമ്പോ മുടക്കാൻ നിൽക്കുന്നത്? എന്താ സംസാരിക്കുന്നത്? ഞാൻ റഷീദ്ക്കോട് സംസാരിച്ചോളാം. സൈനുവിനെ എനിക്ക് നന്നായി അറിയാം. നീ വിട്ടോ. നൗഷാദേ, വണ്ടി ഒന്ന് ഞാൻ പറഞ്ഞു മാമ, ലൈസ ശദീദു ബിസുറായത്തി ഇന്നമ ശദീദുല്ലദീ നഫ്സഹു ഇൻദല്ലാഹ്. ആളുകളെ മൽപിടുത്തത്തിൽ തോൽപ്പിക്കുന്നവനല്ല യഥാർത്ഥ ശക്തൻ. കോപം വരുമ്പോൾ അത് അടക്കുന്നവനാ മാമ ശക്തൻ. മാമ ശക്തനാ മാമ. ഹദീസ. നല്ല ദീനുള്ള ചെറുക്കനാ. നീ പറയുന്ന കേക്ക് സൈനു. കരയാതിരിക്കട്ടെ. സൈനു, നിന്റെ തന്തേനെ നിലയ്ക്ക് പറയാ, ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനെ നിന്നെ ഞാൻ വിട്ടു കൊടുക്കൂല. അതിപ്പോ പടിച്ചാമ്പരാൻ മേളിന്ന് താഴെ ഇറങ്ങി വന്നാലും. പള്ളിയിൽ വെച്ച് നിന്റെ നൗഷാന്റെ നിക്കാഹ് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ചേർന്ന് നടത്തും. പറഞ്ഞേക്കാം. കേട്ടോടി അഹങ്കാരി. എന്റെ സമ്മതി ഇല്ലാതെ നിക്കാഹ് നടത്തിയ ചത്തളഞ്ഞ് നീ ചാവണം, ഞാൻ ചാവാം. നിന്നെയൊക്കെ പാടുപെട്ട 10 ക്ലാസ് വരെ പഠിപ്പിച്ച കാണിച്ചതാടി. കാണിച്ചതാ ഞാൻ. ചാവാൻ പാടി ഞാൻ. ഉപ്പ എന്തായി കാണിക്കുന്നേ? ഉപ്പ നിനക്കൊരു മയക്കുമരുന്ന് കച്ചവടക്കാരെ കെട്ടണോ? എന്റെ മയ്യത്ത് ഇറങ്ങുള്ളൂ അല്ലേ? എന്തായി ഞാൻ ചാവാൻ പോവാണ്. ഒന്ന് പറയുന്ന കേക്ക്. ഒരു മയക്കുമരുന്ന് കണ്ട അമ്മായി ജീവിക്കാൻ എനിക്ക് മനസ്സിലായി. പറയുന്ന
കേക്ക് താഴോട്ട് ഇറങ്ങ്. ഇറങ്ങാൻ പറ്റത്തില്ല. നമ്പർ എടുക്കാം നിനക്ക് മയക്കുമരുന്ന് കച്ചവടക്കാരെ കെട്ടണോ? ഇല്ല ഉപ്പ, ഇല്ല. അമീറെ റഷീദ് തൂങ്ങിച്ചാവാൻ നിൽക്കുന്നു. പെട്ടെന്ന് വാ. ആ നൗഷാദിനെ നീ കെട്ടുവോ? പറയുന്ന ആര് വേണം കേട്ടാ? ഒന്ന് ഇറങ്ങ് ഉപ്പ. ഉറപ്പാണോ? സമ്മതിച്ചു. കാണിക്കാൻ പോയത് കൊണ്ടല്ലേ അനുഭവിക്കട്ടെ. എല്ലാവരും മാറി പോവാൻ പറ. അകത്ത് കേട്ടില്ല. റഷീദക്ക, കണ്ണ് തുറക്ക്. കണ്ണ് തുറക്ക്, കണ്ണ് തുറക്ക്. എന്താ നിന്നെ കൊല്ലാവുന്നതാ? നിങ്ങളല്ലേ ചാവാൻ വേണ്ടി കട്ടി തൂങ്ങിയത്? ഞാൻ ചാവാൻ നോക്കിയതല്ല, പറയുമ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. അമ്മടാ, ഇവിടുത്തെ പേഴ്ചാറ് കസേര കുത്തി പറിച്ചിട്ട് ഇന്നത്തോടെ പേഴ്ചാറിന്റെ എല്ലാ കടുപ്പും ഞാൻ തീർക്കും. ഇക്ക, നിങ്ങളുടെ മകള് ഷഫീഖിനെ കൊണ്ട് കട്ടി കൊടുത്തോടെ? കട്ടാക്കി ഉറങ്ങായിരിക്കും. ഉറങ്ങണവൻ എങ്ങനെടാ കട്ടാക്കും? இன்னும் ஒரு தீர்மானம் எடுத்திருக்கணும். கொஞ்சம் லாஜிக்கல திங்க் பண்ற அன்வரு. ஷர்ட் இட்டுட்டு வா, വാ വേഗം വാ. നിനച്ചിരിക്കാൻ നേരത്തെത്തിയ മനസ്സറിഞ്ഞൊരു രാജാത്തി. ലൈറ്റുണ്ട്. ആ നീ എവിടെ പോണു? അല്ല ഞാൻ വരാം. നിങ്ങളോട് വെക്ക്, ഞാൻ പോയിട്ട് വരാം. നീ ഇങ്ങ വാ. അല്ലെങ്കിൽ നമുക്ക് പോണ്ട. നീ എങ്ക പോற? അവൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വരാവേ. എന്തൊരു തീക്ഷ്ണമായ വരികൾ, ബൾബ് കത്തിയ കൽബ് പോലെ. ആ തുറക്കുന്നുണ്ട്. ആ എന്താ അൻവർ സാഹിബ് ഈ സമയത്ത്? നട്ടപ്പാരാതിക്ക് നീ കിടന്ന് ഉറങ്ങണ സമയത്ത് എന്റെ ഫോണും കട്ട് ചെയ്തിട്ട് ഞാൻ ഈ വീട്ടിൽ കയറി വരണമെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാവുമല്ലോ. അതെ, സൈനു ഷെഫീഖിന്റെ പെണ്ണ. അല്ല, അത് നീ അറിഞ്ഞിട്ടാണ് നിക്കാഹിന് സമ്മതിച്ചതെന്നും എനിക്കറിയാം. പിന്നെ പക്ഷെ മറ്റന്നാ നീ നിക്കാഹിന് വരരുത്. വന്നാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. വേറൊന്നും പറയാനില്ല. അങ്ങനെ പറഞ്ഞിട്ട് പോയാലേ എങ്ങനെ അൻവർ സാഹിബ്? ഈ സംസാരിക്കുന്നത് അൻവർ സാഹിബല്ല, സഖാവല്ല. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല ഡോക്ടർ. കുഴപ്പമില്ലടോ. എന്റെ ജാതകത്തിൽ ഒരു ജയിൽവാസം ഉണ്ടാവുമെന്ന് പണ്ടൊരു അളിഞ്ഞ ജോത്സ്യൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്റെ ഈ മൂലക്കുരു കൊണ്ടാവുമെന്നായിരുന്നു എന്റെ പേടി. എന്തായാലും അതല്ല, രക്ഷപ്പെട്ടു. അപ്പൊ ഇനി ജയിൽവാസത്തിനുള്ള കുരു വരാനുണ്ട് അല്ലെ? ഓണാത്തിലെ വർത്താനം പറയരുത്. എന്റെ ഫാൻസിന്റെ പ്രാർത്ഥന കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു നിൽക്കുന്നു. സാറേ, നമസ്കാരം സാറേ. ആ നമസ്കാരം. സാർ ഈ സീരിയലിലൊക്കെ ഉള്ള ആളല്ലേ? ആ അതെ അതെ, ഞാൻ സാറിന്റെ ഒരു ആരാധകനാ. സാർ സംശയം ചോദിച്ചോട്ടെ? പറയൂ. ഇത് വിഗാണോ? ഇത് ഒറിജിനൽ അല്ലേ? ആണോ? ഓ, പക്ഷെ ഇത് വിഗ. ഇത് വിഗാണോ? അതെ. ഒരു മനുഷ്യൻ കണ്ടാ പിടിക്കില്ല. ഈ സൈഡിൽ നോക്കി, ഒട്ടും പറയില്ല. പിടിക്കില്ല. സൂപ്പർ. പക്ഷെ വിഗ. അതെ അതെ. Keep it up. Thank you, sir. ഒരു 4 പേര് നിൽക്കുന്നിടത്തൊക്കെ അന്തസ്സായിട്ട് വെച്ചങ്ങ് നിൽക്കും. താങ്ക് യു സാർ. സാറത് പറഞ്ഞല്ലോ. ഓക്കെ സാറേ. ഓ, സാറിനെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായിരുന്നത് വിഗ് ആണെന്ന് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ മനസ്സിലാവണ്ടേ? ഇത്രയും കോസ്റ്റ്ലി സാധനം മേടിച്ച് തലേ വെച്ച് കഴിഞ്ഞാൽ 10 പേര് അറിയണ്ടേ? അതല്ലേ അന്തസ്. സാറ് ധൈര്യത്തെ പോ സാറേ. ഇന്ന് 4ാമത്തെ വിഗ്ഗാ ഞാൻ കണ്ടുപിടിക്കും. ഓണാത്തിലെ കണ്ടുപിടുത്തം. ഇത് ബിഗായിരുന്നല്ലേ? ഒന്നും മിണ്ടായിട. ഇതിനകത്തൊരു ഉറുമ്പ് കയറി എന്ത് ചെയ്യും? അത് ശരിയാണല്ലോ, ഞാൻ ഇത് ചിന്തിച്ചിട്ടില്ല. വന്നേ. അയ്യോ,